ഹായ് ഡിയർ, വെൽക്കം ടു ദ വോയിസ് ആപ്പ്. ഗർഭിണികളോട് നമുക്ക് സമൂഹത്തിന് വളരെയധികം സ്നേഹവും കരുതലും ഒക്കെയാണ്. KSRTC ബസ്സിൽ പോലും അവർക്ക് വേണ്ടി സീറ്റ് റിസർവ്ഡ് ആണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തി എഴുന്നേറ്റ് കൊടുക്കാൻ വിമുഖത കാണിച്ചാലും അത് നിർബന്ധമായിട്ടും എഴുന്നേറ്റ് കൊടുക്കണം എന്നുള്ളതിനാണ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നിർബന്ധിതമാക്കിയാൽ നമ്മൾ ചെയ്യും. നമ്മളൊന്നും അറിഞ്ഞ് കണ്ട് കേട്ട് ചെയ്യത്തില്ല. ചുറ്റിലുമുള്ള വ്യക്തികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയും ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. സ്നേഹം എന്നൊരു വികാരം മനസ്സിലുണ്ടാവണം അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സമയം കണ്ടെത്താൻ സാധിക്കണം. ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ എല്ലാ ഇടങ്ങളിലേക്ക് എത്താനും ഒന്നും സമയം കിട്ടുന്നില്ല. നമ്മൾ നമ്മുടെ ടൈമൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തെടുത്താൽ അതിനൊക്കെയുള്ള ടൈം കിട്ടും. ബന്ധങ്ങൾ വലുതാണ്. അപ്പോൾ ഒരു ഗർഭിണി ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമായിരിക്കും. അവർക്ക് മറ്റൊരു സപ്പോർട്ട് ഉണ്ടാവില്ല. അയൽപക്കം അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ട് പോയി താമസിക്കുന്നതാകാം. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വീടൊക്കെ വെച്ച് മാറി താമസിക്കുന്നതും ആകാം. എന്ത് തന്നെയായാലും അവർക്കൊരു അമ്മയും അച്ഛനും, ഈ ഗർഭിണിക്കൊരു അമ്മയും അച്ഛനും കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനും ഉണ്ടാവുമല്ലോ. ഇവരൊക്കെയും ഇവരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിൽ അവർക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റാത്ത അത്രയും ദൂരത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം അവരെ ശുശ്രൂഷിക്കാനായിട്ട് വേണ്ടതാണ്. അവസ്ഥയിലിരിക്കുമ്പോൾ അവർക്ക് പല ഭക്ഷണങ്ങളും കഴിക്കാനായിട്ട് തോന്നും. ചിലത് വേണ്ടാന്ന് തോന്നും. ചില സ്മെല്ല് ശരിയാവത്തില്ല. അതൊക്കെ മനസ്സിലാക്കി കൂടെ നിന്ന് അവരെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവണം. ബന്ധുക്കളില്ലെങ്കിൽ അത് കെയർ ചെയ്യുന്ന ഒരാളെയെങ്കിലും, ഒരു ജോലിക്കെങ്കിലും ഒരാളെ വെക്കാനായിട്ട് സാധിക്കണം. അതാവശ്യമാണ്. ഒരാളുടെ പ്രസൻസ് അവർക്ക് ആവശ്യമാണ്. നമ്മളപ്പോൾ ചിലപ്പോൾ കുറച്ചധികം എക്സ്പെൻസീവ് ആയിരിക്കും. എന്നിരുന്നാലും അവർക്കൊപ്പം ചിലവഴിക്കാൻ ഒരാളെ കിട്ടുക, അവരുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തി ചെയ്യാനൊരാളുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ പിന്നെയും ശ്രദ്ധിക്കാൻ എല്ലാവരും ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഭർത്താവെങ്കിലും ഉണ്ടാവും. അത് കഴിഞ്ഞാലോ ഭർത്താവിന് എന്തായാലും ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. ഇവരൊറ്റയ്ക്കാണുള്ളത്. അവർക്ക് കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. കുഞ്ഞിനൊന്ന് കൈമാറി എടുക്കാൻ ആരും ഉണ്ടാവില്ല. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. ഒരു ഭക്ഷണം ഉണ്ടാക്കിയാലല്ലേ അവർക്ക് കഴിക്കാനാവുള്ളൂ. തുണികൾ കുറേ ഉണ്ടാവും വാഷ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് കൈമാറി എടുക്കാൻ പോലും ആരുമില്ലെങ്കിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. ഒരു ഡെലിവറി കഴിഞ്ഞൊരു 3 months ഒക്കെ അവരുടെ ബോഡി വളരെയധികം വീക്കാണ്. ആ ഒരു ടൈമിൽ അവർക്ക് ഫുൾ റെസ്റ്റ് വേണ്ടൊരു ടൈമാണ്. അത് കിട്ടാറില്ല പലപ്പോഴും. അവർ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് സ്ട്രെയിൻ ചെയ്തിരുന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കതൊരു ബാക്ക് പെയിൻ ആയിട്ട് വരും. അത് അപ്പോൾ അറിയത്തില്ലായിരിക്കും. പിന്നീട് ജീവിതകാലം മുഴുവനും അവർക്കതൊരു പെയിനായിട്ട് ഉണ്ടാവും അവരുടെ കൂടെ. അപ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും ഒരു ജോലിക്ക് ഒരാളെ വെക്കുന്നതെങ്കിലും സാരമില്ല. കാരണം ഈ ഒരു വേദന ജീവിതകാലം മുഴുവനും ഉണ്ടാവില്ലല്ലോ. ഈ ഒരു വേദനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമല്ലോ. പിന്നെ ഒരു വ്യക്തിയുടെ പ്രസൻസ് ആവശ്യമാണ്. കുഞ്ഞിനെന്ന് കൈമാറി എടുക്കാനായാലും അപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാവും, കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. നിറയെ ഭക്ഷണം കഴിക്കേണ്ട ടൈം കൂടിയാണ്. ഒരുപാട് ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാവുന്നില്ലേ. ആ അത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. സ്വന്തമായിട്ട് എത്ര ഉണ്ടാക്കി കഴിക്കും? ഉണ്ടാക്കി കൊടുക്കാനും കഴിക്കുമെന്ന് പറയാനും ഒക്കെ ഒരാൾ ആവശ്യമാണ്. അപ്പോൾ ഇവർക്ക് ഒരു ഗർഭിണി ആയിരിക്കുമ്പോഴും ഇവർ ഡെലിവറി കഴിഞ്ഞിട്ടും ഇവർ കുറേ ഇമോഷണൽ ചേഞ്ചസിലൂടെ കടന്നു പോകും. പെട്ടെന്നൊരു അമ്മയാവുകയാണ്, പെട്ടെന്ന് കുറേ ഉത്തരവാദിത്തങ്ങൾ വരുവാണ്. ആ ഒരു ടൈമിൽ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, വെറുതെ കരയുക, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പാർട്ട്ണർ കൂടിയായിരിക്കണം. പാർട്ട്ണറിൻ്റെ ഭാഗത്തുനിന്നും കൂടി ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. അതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്.
ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാവണം നിങ്ങളുടെ ബന്ധത്തിൽ. ചിലപ്പോൾ നിങ്ങളുടെ മക്കളാകാം, നിങ്ങളുടെ ചുറ്റുവട്ടത്താകാം. ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ എപ്പോഴും അവരെ ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതലും അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് ആവശ്യം ആ ഒരു ഡെലിവറി കഴിഞ്ഞ ശേഷമാണ്. അവരൊന്ന് ശ്രദ്ധിക്കുക, അവർക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഒന്ന് ചോദിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഉള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ ഒരു പ്രസൻസ് മതിയായിരിക്കും അവർക്ക്. അവരത്രയും വലിയൊരു ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു ട്രോമയിലേക്ക് പോകാതെ അവരെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മൂത്തൊരു കുട്ടി ഉണ്ടാവും, രണ്ടാമത് അത് ഡെലിവറി കഴിഞ്ഞതായിരിക്കും. അപ്പോൾ മൂത്ത കുട്ടിയെ നോക്കണം, ഈ കുഞ്ഞിനെയും നോക്കണം. വളരെ കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യും. ആ ടൈമിൽ മൂത്ത കുഞ്ഞിനെ ഒരുക്കാനോ നഴ്സറിയിലോ സ്കൂളിലേക്കൊക്കെ വന്ന് ആക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. അവിടെ പാരൻസിൻ്റെയും, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ പാരൻസിൻ്റെ, അതായത് ഗ്രാൻഡ് പാരൻസിൻ്റെ പ്രസൻസ് വളരെയധികം അത്യാവശ്യമാണ്. അത് നോക്കിക്കണ്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. അവരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യിക്കരുത്. ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കൂടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആ ഒരു വ്യക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഒരുപാട് വ്യക്തികളുണ്ട്, കുഞ്ഞിനെ കൈമാറിയെടുക്കാനും കളിപ്പിക്കാനും കുളിപ്പിക്കാനായിക്കോട്ടെ എല്ലാത്തിനും ആളുകളുണ്ട്. അതുപോലെ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ നന്നായിട്ട് അറിയണം. അതൊക്കെയും വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെയും ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ആവശ്യമാണ് അവർക്ക്. അവരെ അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊക്കെയും ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ മുമ്പത്തെ കാലഘട്ടം അല്ല ഇപ്പോൾ. മുമ്പ് ഫുൾ റെസ്റ്റായിരുന്നു ആ ഒരു ലേഡിക്ക് കിട്ടിയിരുന്നത്. അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും വേദ പിടിപ്പിക്കാനും ഒക്കെയും എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മൂമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ നന്നായിട്ട് കെയർ ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഗർഭിണിയോ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുഞ്ഞോ ഉണ്ടെങ്കിൽ, ഒരു മകളോ ഉണ്ടെങ്കിൽ, ആ മകളെയും കുഞ്ഞിനെയൊക്കെ സംരക്ഷിക്കുക, സ്നേഹിക്കുക. ആ ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് ആ ഒരു കുഞ്ഞു കുട്ടിയുടെ കളിയും ചിരിയും ഒക്കെ കാണാനൊക്കെ ആയിട്ട്. അതൊന്നും നമ്മുടെ ലൈഫിലേക്ക് ഇനി ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല. ആ ഒരു ടൈം അവർക്കൊപ്പം ചിലവഴിച്ച് വളരെ സന്തോഷകരമായിട്ടിരിക്കേണ്ട ഒരു ടൈമാണ്. അതിനെയാണ് നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പല സാഹചര്യങ്ങൾ കൊണ്ടും. നമ്മളെക്കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യുക, കുഞ്ഞിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി. അതൊക്കെയും ആ ഒരു അമ്മയുടെ ജീവിതത്തിൽ, കുഞ്ഞിൻ്റെ ജീവിതത്തിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളാ കൊടുക്കുന്ന സ്നേഹം, സഹകരണം ഒക്കെ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരുടെ ലൈഫിൽ ഒരു പ്രഷ്യസ് മൊമെൻ്റ് അവർക്ക് ആഘോഷിക്കാൻ സാധിക്കാതെ അവർ ഫ്രസ്ട്രേറ്റഡ് ആകുവാണ്, സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അവർക്കത് ആഘോഷിക്കാൻ സാധിക്കട്ടെ, ഒപ്പം നിങ്ങൾക്കും അത് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഡിയർ.